ഇന്ന് ഞാൻ നല്ലൊരു ബാത്റൂം ക്ലീനിങ് മെത്തേഡുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാത്റൂം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാം. ഒപ്പം നല്ല സുഗന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു ക്ലീനിങ് ഒരു മെത്തേഡാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഞാൻ അതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കാത്തൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് പൊടിയുപ്പാണ്. പൊടിയുപ്പ് 4 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റാണ് ബാക്കി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലൊരു ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വിനിഗറാണ് ചേർക്കുന്നത്. സിന്തറ്റിക് വിനിഗർ, നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന അതേ വിനിഗറാണ് വേണ്ടത്. ജസ്റ്റ് ഒരു ഫെർമെൻറ്റേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വൈറ്റ് ഗോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്ര മഞ്ഞക്കറ അഴുക്കൊക്കെ പിടിച്ച ബാത്റൂം ആയിക്കോട്ടെ, ഈ ഒരു സൊല്യൂഷൻ ചേർത്ത് നമ്മൾ ക്ലീൻ ചെയ്താൽ എളുപ്പം ക്ലീനായി കിട്ടും. ഇനി വേണ്ടത് നമ്മൾ ഏതാണോ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ, അതാണ് ചേർക്കുന്നത്. ഞാനിവിടെ വിമ്മിൻ്റെ ഇതുപോലെ ഒരു ഡിഷ് വാഷർ ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നും ഒരു അല്പം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇനി നമ്മളെ ബാത്റൂം നല്ലൊരു സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പെർഫ്യൂമിൻ്റെ അല്പമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറും 1/4 സ്പൂൺ മാത്രമാണ് ഈ പെർഫ്യൂം ചേർത്തത്. നിങ്ങളെ കയ്യിൽ ഇനി ഏതാണോ നിങ്ങൾക്ക് നല്ല ഗുഡ് സ്മെല്ലായിട്ട് തോന്നുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഡെറ്റോൾ ആണെങ്കിൽ ഡെറ്റോൾ ഉപയോഗിക്കാം. ലൈസോൾ, ഏതാണ് നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 2 ടേബിൾ സ്പൂൺ പൊടിയുപ്പ് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൊടിയുപ്പ് ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഒരു തവണ നമ്മളിത് ബാത്റൂം ക്ലീനിങ്ങിന് ഇത്രയൊന്നും ആവശ്യമില്ല. വെറും 1 ടേബിൾ സ്പൂൺ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും ഒരു ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടിയുള്ളത്. ഇത് ഇത്രയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഞാനിതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമ്മളെ ക്ലോസറ്റൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല ഗുഡ് സ്മെല്ലിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ല പോലെ ഒന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഈ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് ജസ്റ്റ് ഒന്ന് ബോൾസാക്കി എടുത്തിട്ടൊന്ന് വെയിലത്ത് വെക്കുന്നുണ്ട്. ഒരു ½ അവർ മാത്രം വെച്ചാൽ മതി. ബോൾസാക്കി എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളെ ബാത്റൂം നോക്കാം. അത്യാവശ്യം നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട്, നല്ല മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ബാത്റൂമൊക്കെ ഇതുപോലെ ഒരു മഞ്ഞ കളറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. ബാത്റൂം എത്ര കഴുകിയാലും ആ ഒരു ബാഡ് സ്മെല്ല് നമ്മളെ ബെഡ്റൂം വരെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ക്ലീനിങ്ങിനോടൊപ്പം തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം പെർഫ്യൂം കൂടി ചേർത്തത്. അപ്പോൾ അതുപോലെ റെഡിയാക്കി എടുക്കുക എല്ലാവരും. ഇനി ഇത് ഞാനിവിടെ ഒരു കവറ് കയ്യിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരു പോളിത്തീൻ കവറൊക്കെ നമ്മളൊന്ന് കയ്യിലൊന്ന് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഗ്ലൗസ് യൂസ് ചെയ്യുന്നവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. ഞാൻ കവർ യൂസ് ചെയ്യാനുള്ള കാരണം നമുക്ക് നല്ലൊരു ഈസിയാണ് നമുക്ക് ക്ലീനിങ്ങിന്. ഇതുപോലെ കവർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്താൽ പിന്നെ അത് നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ എടുത്ത് കളയും ചെയ്യാം. ഫസ്റ്റ് അറിയാലോ, നല്ല പോലെ ഒന്ന് വെള്ളമാക്കി കൊടുക്കുക. നമ്മൾ ഏതൊക്കെ ഭാഗത്താണോ അഴുക്കുള്ളത് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലായിടത്തും നല്ല പോലെ ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ ഒരു മിക്സ്, അതിൽ നിന്ന് അല്പം എടുത്തിട്ട് ഓരോ ഭാഗങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇത്രയും അഴുക്ക് പിടിച്ച വാഷ് ബേസിനെ എങ്ങനെയാണ് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കി മാറ്റുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇതിന് മുൻപും ബാത്റൂം ക്ലീനിങ്ങിൻ്റെ നല്ല നല്ല മെത്തേഡ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് കണ്ട് നല്ല കമൻസുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അത്രയും സക്സസ് ആകുമ്പോൾ നമ്മൾ നിങ്ങളെ മുന്നിലൊക്കെ എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരായിരിക്കും ഒട്ടുമുക്കാൽ ഭാഗത്തോളം ആളുകളും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കരുത്. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. കണ്ടോ, എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാഷ് ബേസിന് നമ്മൾ ഇത്ര പോലെ തൂവെള്ള പോലെ ആക്കിയെടുത്തത്. എല്ലാ അഴുക്കും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ പോയി. ഇനി ഞാൻ ക്ലോസറ്റ് ഒന്ന് വെളുപ്പിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്.
അല്പം എടുത്താൽ മതി. ഹാർഡായിട്ടൊന്നും നമ്മൾ ഉരച്ച് കൊടുക്കരുത്. നമ്മളെ ടൈല് അതുപോലെ ഇതുപോലെ ക്ലോസറ്റൊക്കെ അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്മൾ പാത്രമൊക്കെ കഴുകാനോ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഇത് നമ്മൾ ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കഴുകിയെടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇതിൽ നിന്ന് ഞാൻ അല്പം എടുത്തിട്ട് ഈ ക്ലോസറ്റിൻ്റെ ഈ ഭാഗത്തോട്ട് അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിതിൽ ആ ഒരു ഡിഷ് വാഷർ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു പതയുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഡിഷ് വാഷർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഡിഷ് വാഷർ ഇല്ലെങ്കിലും നല്ല പോലെ ക്ലീനായി കിട്ടും. ഇത് നമ്മളെ കൈകൾക്കോ സ്കിന്നിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള ഒരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഒരു സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയത്. നമ്മളെപ്പോഴും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലോസറ്റിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ. നമ്മൾ അഴുക്കൊക്കെ ഈ വഴിയായിരിക്കും ഇങ്ങനെ ഒലിച്ച് താഴോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക. നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബാത്റൂം ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ബാത്റൂമൊക്കെ പെട്ടെന്ന് ചീത്തയായി പോവും. കണ്ടോ, ഇതിൽ എത്രത്തോളം അഴുക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി ഇതുപോലെ വെള്ളമൊക്കെ അടിച്ചിട്ട് ക്ലീനായി വരുന്ന ഒരു ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആ മഞ്ഞക്കറ പിടിച്ചതൊക്കെ ഒറ്റ തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോഴത്തേക്കും അതെല്ലാം പോയി. വെള്ളയായത് കണ്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു സൊല്യൂഷന് വീട്ടിൽ റെഡിയാക്കി വെക്കുക. ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണ്ടെന്നുണ്ടെങ്കിൽ അല്പം മാത്രം എടുത്താൽ മതി. ഇനി ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഫ്ലോറും ഈ ഒരു വാൾ ടൈലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്തെടുത്തത്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ആ പെർഫ്യൂം അല്പം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ്. നമ്മൾ ഇനി ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ബാത്റൂമിലോട്ട് പോവുകയാണെങ്കിലും അത്രയും സ്മെല്ലായിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സൊല്യൂഷൻ റെഡിയാക്കുമ്പോൾ എന്തായാലും നല്ലൊരു സ്മെല്ലുള്ളൊരു ഐറ്റം എന്തെങ്കിലും എടുത്തിട്ടൊരു 1/2 സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാൻ പെർഫ്യൂം ആയതുകൊണ്ട് മാത്രമാണ് ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ആ വെയിലത്ത് വെച്ച ബോൾസാക്കി വെയിലത്ത് വെച്ചത് ഞാൻ അതുപോലെ ഒന്ന് പൊടിച്ചു, കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ എല്ലാ അംശവും പോയി. ഇനി അതുപോലുള്ള നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഇതുപോലുള്ള ബോട്ടിൽസിലാക്കി വെക്കുകയാണ്. ഇത് കായത്തിൻ്റെ ബോട്ടിലാണ്, എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള ബോട്ടിലൊന്നും കളയരുത്. ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ബാത്റൂമിലൊക്കെ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും അഴുക്ക് കാണുന്നുണ്ടെങ്കിൽ അല്പം എടുത്തിട്ട് അവിടെ ക്ലീൻ ചെയ്താൽ മതി. നല്ല സ്മെല്ലും ആയിരിക്കും. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്തതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും താങ്ക് യു.